ഡൽഹിയിൽ നടക്കുന്ന കലാപത്തിന്റെ മുഖ്യ ലക്ഷ്യം മോദി സർക്കാരിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ലക്ഷ്യമാണ്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. അല്ലാതെ നീറ്റ് എക്സാമിലുണ്ടായ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഒരു ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്നൊന്നുമല്ല. ജമ്മുവിൽ 370 ആർട്ടിക്കിൾ എടുത്ത് കളഞ്ഞപ്പോൾ ഉണ്ടായ പ്രതിഷേധം, കൂടാതെ PFI നിരോധിച്ചപ്പോൾ ഉണ്ടായ പ്രതിഷേധം, എല്ലാം കൂടെ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നേരെ ഡൽഹിയിലേക്ക് ഒഴുകി ഒരു കലാപം തന്നെ നടത്തുകയാണ്. ഇതിൽ രാജ്യവിരുദ്ധരുടെ ഒരു പിന്തുണ, വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള ഫണ്ടിംഗ്, പാകിസ്ഥാനിലെ ISI അടക്കമുള്ളവർ ഇതിന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ഈ പാറ്റ പ്രവർത്തകർക്ക് നൽകുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ ഡൽഹിയിൽ ഇപ്പോൾ PFI പ്രവർത്തകർ നുഴഞ്ഞു കയറി എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഡൽഹി പോലീസും പറഞ്ഞത്. അതോടൊപ്പം തന്നെ സോനം വാങ്ചുക്കും പറയുന്നത് ഈ സമരത്തിനിടയിൽ രാജ്യവിരുദ്ധർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് സോനം വാങ്ചുക്കും പറയുന്നുണ്ട്. രാജ്യദ്രോഹികൾ നുഴഞ്ഞു കയറി എന്ന് തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഏതാണ്ട് ബോധ്യമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതാണ് തിങ്കളാഴ്ച ഡൽഹിയിൽ ഒരു കലാപം തന്നെ നടക്കാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ കലാപം തന്നെ നടന്നത്. അതായത് ബംഗ്ലാദേശിലുണ്ടായ അതേപോലെ ഇവിടെ ഡൽഹിയിലും നടക്കണം എന്നതായിരുന്നു ഇവരുടെ ഈ കലാപം നടത്തിയവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൽ പ്രധാനപ്പെട്ട ഗുണ്ടകൾ അടക്കമുള്ളവർ നാനാഭാഗങ്ങളിൽ നിന്നടക്കം ഡൽഹിയിലേക്ക് എത്തി എന്നതാണ് ഏറ്റവും പ്രധാനം. തിരുവനന്തപുരത്ത് ഒരു ദിവസം കൊണ്ടാണ് വാട്സപ്പ് ഹർത്താൽ നടന്നത്. അതായത് ഒരാൾ ഒരു വാട്സപ്പിൽ വഴി ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ അത് സ്പ്രെഡ് ചെയ്ത് പല ജില്ലകളായിട്ട് വാട്സപ്പ് ഹർത്താൽ ഉണ്ടാകുന്ന ഒരു കാഴ്ചയുണ്ട്. അത് 2018 ഏപ്രിൽ 20-നാണ് ഒരു വാട്സപ്പ് ഹർത്താൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ ആ രീതിയിൽ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് കലാപകാരികൾ ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന സൂചനകൾ. കേരളത്തിൽ വാട്സപ്പ് കലാപവുമായി ഏറെ സാമ്യമുള്ള പാറ്റകളുടെ സമരത്തിലേക്ക് സംസ്ഥാനത്ത് നിന്നുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഡൽഹിയിലേക്ക് എത്തുകയാണ്. അന്ന് കലാപം നടന്ന കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിന്നുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് പാറ്റ സമരത്തിലേക്ക് കടന്നുകൂടി കൂട്ടത്തോടെ എത്തുന്നത്. 2018 ഏപ്രിൽ കാശ്മീർ കത്വയിൽ 8 വയസ്സുകാരി ക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ നടത്തിയ വാട്സപ്പ് കലാപത്തിന് സമാന രീതിയിലാണ് കോക്രോച്ച് പാർട്ടി സമരവും നടത്തുന്നത്. പൂർണ്ണമായും സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണവും ആക്രമണ സമരവുമായിരുന്നു കേരളത്തിലും ഉണ്ടായത്. അജ്ഞാത ഗ്രൂപ്പുകൾ വഴി ആഹ്വാനം ചെയ്ത വാട്സ്ആപ്പ് ഹർത്താലിൽ 2018 ഏപ്രിൽ 16-ന് കേരളത്തിൽ വലിയ ആക്രമണമാണ് ഉണ്ടായത്. വോയിസ് ഓഫ് യൂത്ത് ജനകീയ വേദി ഗ്രൂപ്പുകൾ വഴിയുള്ള പ്രചാരണത്തെ തുടർന്നുള്ള ഹർത്താലിൽ വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ KSRTC ബസ്സുകൾ തകർക്കുകയും കടകൾ ബലമായി അടപ്പിക്കുകയും ചെയ്തു. പലയിടങ്ങളിലും പോലീസിന് നേരെ കല്ലേറുണ്ടായി. 30ഓളം ഉദ്യോഗസ്ഥർക്കാണെന്ന് പരിക്കേറ്റത്. പെൺകുട്ടിയുടെ മരണത്തെ തീവ്ര സ്വഭാവ താല്പര്യക്കാരായ ഗ്രൂപ്പുകൾ വർഗീയ ചേരിതിരിവുണ്ടാക്കാനായി നിരൂപകം ചെയ്യുകയായിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. വാട്സ്ആപ്പ് കലാപവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തൊട്ടാകെ 385 കേസുകളിലായി 1595 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. സമാന രീതിയിലാണ് കഴിഞ്ഞ ദിവസവും പാറ്റ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിലെ കലാപശ്രമമുണ്ടായത്. വാട്സ്ആപ്പ് കലാപമുണ്ടായ അതേ ജില്ലയിൽ നിന്നും പാറ്റ സമരത്തിലേക്ക് എത്തുന്നവർ ലോകാവസാനം സംബന്ധിച്ച് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടെന്നും അത് പാറ്റകൾ പോലുള്ള ജീവികളാണ് ലോകാവസാനത്തിന് കാരണമാകുന്നതെന്നും അതാണ് കോക്രോച്ച് സമരമെന്നുമാണ് മലയാള മാധ്യമങ്ങളോട് വിവരിക്കുന്നത്. ഇത്തരക്കാരെ മാധ്യമങ്ങളുടെ മുന്നിലെത്തിക്കാൻ സംഘടിത ശ്രമവും നടത്തുന്നുണ്ട്. പാറ്റ സമരത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ സാന്നിധ്യം, ഖലിസ്ഥാൻ വിഘടനവാദികൾ, ഷഹീൻ ബാഗ് കലാപകാരികൾ തുടങ്ങിയവരുടെ സാന്നിധ്യമുണ്ട്. ഇതിന് പിന്നാലെയാണ് കേരളത്തിൽ നിന്നുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഡൽഹിയിൽ, അതായത് ജന്തർ മന്ദിറിലെ ആ പ്രദേശങ്ങളിൽ മുഴുവനും ഇന്റർനെറ്റ് നിരോധനം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയത്. വാട്സപ്പ് വഴിയും ടെലിഗ്രാം വഴിയും ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഈ വലിയ രീതിയിൽ ഈ പാറ്റ പ്രവർത്തകർ നാനാഭാഗങ്ങളിൽ നിന്നും ഈ ആളുകളെ, അതായത് ജൻസികളെ പലതരത്തിലുമുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അവരെ ഡൽഹിയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുവെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയത്.